നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ്. നിങ്ങൾ എന്ത് സിറ്റുവേഷനിലൂടെയാണ് ഗോ ത്രൂ ചെയ്യുന്നത് എന്നും ഇവിടെ അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് ഗൈഡൻസും തരുന്നതാണ്. ഈ സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇപ്പം നിങ്ങൾ ആക്ച്വലി എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്, ഈ ഒരു റീഡിങ്ങിൽ ഇതൊക്കെ അറിയാൻ സാധിക്കും. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് എന്താണോ റെസൊണേറ്റ് ആവുന്നത് ആ കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. മാക്സിമം ട്രൈ ചെയ്യാനല്ല, മാക്സിമം നെഗറ്റീവ് എനർജീസിനെ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കാര്യത്തിനെക്കുറിച്ചിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ലഭിക്കണം. എവിടെയാണ് നിങ്ങൾക്ക് ബ്ലോക്കേജ്, അവിടെ എങ്ങനെയാണ് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പരിഹാരങ്ങളും പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ്. മനസ്സിലായോ? അതായത് നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് പരിഹരിക്കാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ട് തരുന്നത് കസ്റ്റമൈസ്ഡ് സപ്ലിമെനൽസും കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റ്സുമാണ്. കൂടെ ചെയ്യാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞു തരും. അതൊക്കെ കൃത്യമായിട്ടും കൂടെ ഫോളോ ചെയ്യണം. ഓക്കെ. പിന്നെ സപ്ലിമെനൽസ് വാങ്ങിക്കുന്നവർക്ക് ബ്രേസ്ലെറ്റ്സ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. റിലേഷൻഷിപ്പ് ഹീലിങ്ങും സെൽഫ് ഹീലിങ്ങും സെൽഫ് ലവിനും ഒക്കെ, അതായത് നിങ്ങൾക്ക് കുറേ ബ്ലോക്കേജ് ഉണ്ട്, നിങ്ങൾക്ക് ഹീലാവണം, മണി ബ്ലോക്കേജ് ഹീലാവണം, ഇതിനൊക്കെ സപ്ലിമെനൽസ് ആൻഡ് ബ്രേസ്ലെറ്റ്സ് വളരെയധികം എഫക്റ്റീവാണ്. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അതിനായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനും ഒക്കെ. ഓക്കെ, നമുക്കിനി റീഡിങ്ങിലേക്ക് കിടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് 9 of Swords, King of Swords, 10 of Pentacles, the High Priestess, 7 of Swords, the Hermit, Page of Pentacles, Justice, 4 of Cups, 5 of Pentacles, 3 of Cups, 3 of Pentacles. ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ജീവിക്കാൻ വേണ്ടി പോരാടുന്ന ഒരാളെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരാൾ എന്ന് പറയുന്നത് അത് നിങ്ങളായിട്ടാണ് കേട്ടോ കാണുന്നത്. നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന നെഗറ്റീവ് എനർജീസിനോട് പോരാടുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാകുന്നതെല്ലാം നെഗറ്റീവ് കാര്യങ്ങളാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം വന്നതോടുകൂടി നിങ്ങൾ ആകെപ്പാടെ ഒരു നെഗറ്റീവ് തോട്ട്സായി, അതായത് നെഗറ്റീവ് ചിന്തയാണ്. എല്ലാം നിങ്ങൾ നെഗറ്റീവായിട്ടാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത്? നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് നെഗറ്റീവിലേക്ക് കൺവേർട്ട് ആവാൻ തുടങ്ങി. നിങ്ങളപ്പോൾ ആ ഒരു നെഗറ്റീവ് ജീവിതമായിട്ട് പോരാടുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ലൈഫ്, ഉറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ, ഒരു 2-3-4 ദിവസം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ഇപ്പോഴേ വളരെ മോശപ്പെട്ട രീതിയിൽ ചിന്തിച്ച് ഉറപ്പിച്ചങ്ങ് വിശ്വസിക്കുക. അനാവശ്യമായിട്ടുള്ള തോട്ട്സ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചിട്ട് ഒരു 3-4 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയൊക്കെ ആകും, ആ ഒരു ജീവിതമൊക്കെ ഓർത്തിട്ട് ഇപ്പോഴേ ഭയപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് ആ ഒരു കാര്യത്തിൽ ഇവിടെ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് ഓവർ തിങ്ക് ചെയ്യുന്നത്? ആ ഓവർ തിങ്ക് ഇപ്പോഴേ സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ പല പല നെഗറ്റീവ് കാര്യങ്ങൾ ലൈഫിൽ ഇൻവൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറ്റാരോ ഏൽപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ വെയിറ്റിങ്ങിലാണ്. മറ്റാരോ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് ഡിസിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഹാപ്പിനെസ് കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുന്നു. അങ്ങനത്തെ ഒരു വെയിറ്റിംഗ് സ്റ്റേജിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിട്ടും ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് നാളുകളായതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഓവർ തിങ്കിങ് വന്നത്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ വിചാരിക്കുന്നത് ആരോ നിങ്ങളെക്കുറിച്ചിട്ട്, അതായത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് ഡിസിഷൻ എടുക്കുന്നില്ല. മനസ്സിലായി? ഇവിടുത്തെ ബ്ലോക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നില്ല. ആ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി മറ്റാരുടെ കരങ്ങളിൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. അത് വളരെ മോശപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഡിസിഷൻ അത് നിങ്ങൾ തന്നെ എടുക്കുക.
മറ്റൊരാൾക്ക് നിങ്ങളത് ഏൽപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ലൈഫ് ഇത്രയും നശിച്ചു പോയത്, സ്പോയിലായത്, ഓവർ തിങ്കിങ് ഉണ്ടാകുന്നത്, സ്വസ്ഥതയില്ലാതെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ഫാമിലി ആയിരുന്നു. ആ ഒരു ഫാമിലി ഒരു കുഴപ്പമില്ലാണ്ട് സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരുന്ന ഫാമിലിയിൽ കുറേ രഹസ്യങ്ങൾ വന്നു, കുറേ മറച്ചു വെക്കേണ്ട അവസ്ഥകൾ, കുറേ രഹസ്യങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ടെംപ്റ്റേഷൻസ് ഉണ്ടാവുക, മറ്റാരിലേക്കോ ഫോക്കസ്ഡ് ആവുക. മനസ്സിലായോ? അതായത് അതായത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു ഫാമിലി ആയിരുന്നു, നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹസ്ബൻഡും നിങ്ങളുടെ വൈഫും നിങ്ങളൊരു ഫാമിലി ആയിരുന്നു. ആ ഒരു ഫാമിലി ലൈഫ് നല്ല സന്തോഷമായിട്ട് ഒരു കുഴപ്പവും ഒരു കുറവുകളും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആയിരുന്നു, സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ കഴിയുമായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിലേക്ക് രഹസ്യങ്ങൾ കടന്നു വന്നു. ആ ഒരു രഹസ്യങ്ങൾ കടന്നു വന്നപ്പോഴത്തേക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ പാർട്ട്ണറായിട്ട്, അതായത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഡിസ്റ്റൻസിലേക്ക് വന്നു. നിങ്ങൾക്കറിയാം നിങ്ങളുടെ വ്യക്തി ഒരുപാട് രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു, ചെയ്തുകൂടാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. അന്നാണ് പ്രശ്നങ്ങളുടെ സ്റ്റാർട്ടിങ്. ഇവിടെ ആ ഒരു പ്രശ്നങ്ങൾ തുടങ്ങിയത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ആരായിരുന്നു, എന്തായിരുന്നു, അവർ ജീവിച്ചിരുന്ന ലൈഫ് എന്താണ് എന്നൊക്കെ അവർ മറന്ന് പെരുമാറിയിട്ട് തെറ്റായ വഴിയിൽ സഞ്ചരിച്ചതായിട്ടാണ് ഇവിടെ കുടുംബം തകർന്ന ഒരവസ്ഥ കാണുന്നത്. ഇവിടെ അത് അങ്ങനൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് അവരുടെ ലൈഫായിട്ട് മുമ്പോട്ട് പോകുന്നു. അവരുടെ സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാം തേടി മുമ്പോട്ട് പോകുന്നു. പക്ഷെ നിങ്ങളുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ തീരുമാനം എടുക്കാനും ഇവിടെ നിന്ന് മൂവ് ഓൺ ആവാനും നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആരോ വന്ന്, അതായത് നിങ്ങളുടെ വ്യക്തി തന്നെ വന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നേരത്തെ ആദ്യം ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് ഡിസിഷൻ എടുക്കാൻ മറ്റാരുടോ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവ് ഓൺ ആവാം. നിങ്ങൾ പക്ഷെ നിങ്ങളുടെ വ്യക്തിയിൽ തന്നെ സ്വന്തമായിട്ട് കെട്ടിയിട്ടിരിക്കുന്നു. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഉള്ള കമ്മിറ്റ്മെൻറ്റ്, റെസ്പോൺസിബിലിറ്റി, അതിൽ നിന്നൊന്നും നിങ്ങൾ മൂവ് ഓൺ ആവുന്നില്ല. പക്ഷേ എന്താ സംഭവിച്ചത്? നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്തുള്ള റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നില്ല, നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് മറന്നുപോയി, സ്നേഹം, ചിന്ത, ഇതെല്ലാം മറന്ന് ജീവിക്കുന്ന നിങ്ങളുടെ വ്യക്തി. പക്ഷേ നിങ്ങൾ ഇപ്പോഴും സ്വന്തമായിട്ട് തന്നെ കെട്ടിയിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കെട്ട് എന്ന് പറയുന്നത് അവരോടുള്ള സ്നേഹം, കമ്മിറ്റ്മെൻറ്റ്, റെസ്പോൺസിബിലിറ്റി, കെയറിങ് ഇതെല്ലാമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കെട്ടിനെ സ്വയം അഴിച്ച് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ആ ഒരു വ്യക്തി വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് കരുതി, അതായത് ആ ഒരു വ്യക്തി ലൈഫിൽ വന്ന് നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ് കിട്ടും, പണ്ടത്തെ രീതിയിൽ ഹാപ്പിനെസ് കിട്ടും എന്ന് കരുതി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കുന്നത്? നിങ്ങളുടെ സന്തോഷം മറ്റാരുടെയോ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് നിങ്ങളിവിടെ ദുഃഖിച്ചിരിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കിയ ഏറ്റവും മനോഹരമാക്കുക നിങ്ങളുടെ ലൈഫ്. ഒരിക്കലും നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് സന്തോഷം വേണോ, അത് നിങ്ങളുടെ കൈകളിലായിരിക്കണം. മനസ്സിലായോ? മറ്റൊരാൾ കാരണം നിങ്ങൾ കരയേണ്ട ഒരവസ്ഥയും വരാണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് മാനസികമായിട്ട് ഒക്കെ തകർന്നു പോകുന്നത്. നിങ്ങൾ എപ്പോഴാണോ മാനസികമായിട്ട് തകരുന്നത്, അത് ശരീരത്തിനെ എഫക്റ്റ് ചെയ്ത് തുടങ്ങും. ശരീരത്തിനെ എഫക്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇപ്പോഴത്തെ ഈ ഒരു എനർജി, കുറേ ആൾക്കാരുടെ എനർജി നോക്കുവാണെങ്കിൽ മാനസികമായിട്ട് തകർന്ന് അത് ശരീരത്തിനെ എഫക്റ്റ് ചെയ്ത് കുറേ ആൾക്കാർക്ക് രോഗം പിടിച്ച് വയ്യാണ്ട് കിടപ്പ്, ശാരീരികമായിട്ട് വേദന, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒരു നെഗറ്റിവിറ്റി, കംപ്ലീറ്റ്ലി എന്തുവാ ഒരു മൂകത നിറഞ്ഞൊരു അവസ്ഥയിൽ കൂടെ കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. കുറേ ആൾക്കാർക്ക് ഭയങ്കര തണുപ്പ് അനുഭവപ്പെടും. അതായത് ഇപ്പോൾ പുറത്ത് ചൂടാണെങ്കിലും ടെൻഷനും വിഷമവും ഒക്കെ സ്ട്രെസ്സും ഒക്കെ അനുഭവിച്ച് അവർക്ക് തണുപ്പ് പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു ക്ലൈമറ്റ്, അതായത് ഒരു ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സാധാരണ ആൾക്കാർക്ക് പറ്റുന്ന ഒരു തണുപ്പ് പോലും പറ്റുന്നില്ല ടോളറേറ്റ് ചെയ്യാൻ. അതൊരു സ്ട്രെസ്സിൻ്റെ കാരണമായിട്ടാണ് കേട്ടോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കിവിടെ സംഭവിച്ച പ്രശ്നം എന്ന് വെച്ചാൽ,
നിങ്ങളിപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാതെ നിങ്ങൾ ആ ഒരു വ്യക്തി, അതായത് നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആഹാരം ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് അത് ഇഷ്ടമാണല്ലോ എന്ന് കരുതി അത് നിങ്ങൾ പോലും എടുക്കാതെ നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ള നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ്. നിങ്ങൾക്കില്ലെങ്കിലും സാരമില്ല, നിങ്ങളുടെ വ്യക്തിക്ക് സന്തോഷമാകട്ടെ എന്ന് കരുതി നിങ്ങൾ ത്യാഗം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റായി പോയിരുന്നു. അതൊക്കെ നിങ്ങൾ ഓർക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ദിവസേന കരയുന്നതായിട്ടാണ് കാണുന്നത്. കരഞ്ഞുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലോ എല്ലാം പോയിട്ട് അവിടെ കമന്ന് കിടന്നിട്ട് അങ്ങ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ വീട്ടിലും ഒക്കെ ഇരുന്നിട്ട് അങ്ങ് പ്രാർത്ഥിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും എന്തോ ഉണ്ടാവുന്നത്? നിങ്ങൾ എന്താണോ കരഞ്ഞുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ നെഗറ്റീവ് കാര്യങ്ങളാണ് ലൈഫിൽ പിന്നെ സംഭവിക്കുന്നത്. നിങ്ങളൊന്ന് ഒരു കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്ന് നിങ്ങൾ കരഞ്ഞ് എന്താണോ പ്രാർത്ഥിച്ചത്, നാളത്തെ ദിവസം നിങ്ങളുടെ ഭയങ്കര നെഗറ്റിവിറ്റി നിറഞ്ഞൊരു ദിവസമായിരിക്കും. മനസ്സിലായോ? ഇവിടെ നിങ്ങൾക്ക് നീതി കിട്ടാത്തതിൻ്റെതായിട്ടുള്ള ഫ്രസ്ട്രേഷൻസും ഒക്കെ നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആരുടെടുത്തും മിണ്ടാത്തൊരവസ്ഥ. ഇവിടെ ശരിക്കും നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ചുറ്റിനും നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സിന് പറയാനുള്ളത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയതിനു ശേഷം നിങ്ങൾക്ക് പല സ്ഥലത്ത് നിന്ന് പല ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹം കിട്ടാൻ ഒരു വഴി ഒരുക്കി തന്നിട്ടുണ്ട് യൂണിവേഴ്സ്. അത് നിങ്ങളുടെ വീട്ടുകാരിൽ നിന്നാവാം, അല്ലെങ്കിൽ റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ പുതിയ പ്രപ്പോസൽ. പക്ഷേ നിങ്ങൾ അതിലൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ബാക്കിയുള്ളവരുടെ സ്നേഹമല്ല എടുത്തങ്ങ് കളയുകയാണ്. നിങ്ങൾക്കത് വേണ്ട. അതിൽ ജെന്യുവിനായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ നിഷേധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ശരിക്കും നിങ്ങൾ ഒറ്റയ്ക്കിരുന്നിട്ട് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ആക്ച്വലി നിങ്ങൾക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും യൂണിവേഴ്സ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് തരുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കാണുന്നില്ല, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നു. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ചുറ്റപ്പെട്ടിരിക്കുന്നു. ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ട് നെഗറ്റിവിറ്റി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തു. ഇത്രയും നെഗറ്റിവിറ്റി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വഴിയിൽ കൂടെ പോകുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും അട്രാക്റ്റഡ് ആവും നിങ്ങളിലേക്ക്. മനസ്സിലായോ? അതുകൊണ്ടാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കുറേ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങൾ സന്തോഷമായിട്ടിരിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുതരുമ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കാത്തത്. ഇവിടെ ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. ആദ്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ട് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നില്ലേ, അതിങ്ങ് തിരിച്ചു മേടിക്കുക. അത് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് നിങ്ങളൊരു തീരുമാനം എടുക്കുക. പിന്നെ ഓവർ തിങ്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളുടെ ഹാപ്പിനെസ് മറ്റൊരാളിൽ ഏൽപ്പിക്കാണ്ടിരിക്കുക. ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഏറെക്കുറെ എന്നല്ല, ഒരു 95% മാറ്റം വരും. പിന്നത്തെ ആ ഒരു 5% എങ്ങനെ മാറ്റം കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ, ആ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെയൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് നല്ല രീതിയിൽ കാണുന്നത്. ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നല്ല രീതിയിൽ സ്വാധീനിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് സാമ്പത്തികം നല്ല രീതിയിൽ ചിലവാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നേരത്തെ നിങ്ങളുടെ വ്യക്തി, ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ, നേരത്തെ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് പൈസ ചിലവാക്കിയത് എന്നുണ്ടെങ്കിൽ, കംപ്ലീറ്റ്ലി ചിലവാക്കിയത് അങ്ങനെ തന്നെയാണ് കാണുന്നത്. അവർക്ക് കിട്ടുന്ന ശമ്പളം മുഴുവനും കുടുംബത്തിന് തന്നെയായിരുന്നു ചിലവാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എന്താ, ആ കിട്ടുന്ന നിങ്ങൾക്ക് ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് തരുന്ന ആ ഒരു പൈസ ഉണ്ടല്ലോ, അത് വളരെയധികം കുറഞ്ഞു. ആ ഒരു കുറവിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടിക്ക് കൊടുക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ആ തേർഡ് പാർട്ടി എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ വ്യക്തിയുടെ പൈസ കൊണ്ട് എൻജോയ് ചെയ്യുന്നു. അവർ ഫ്രണ്ട്സുമായിട്ടും
ഒരുപാട് സുഖങ്ങളും സന്തോഷങ്ങളും കിട്ടാനും ഒക്കെ ഒരു ടൂർ സെലിബ്രേഷൻ അതിനൊക്കെ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്ക് തന്നെ ഇരിക്കുക. ഒറ്റയ്ക്ക് തന്നെ ഇരുന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ടേ നിങ്ങൾ സന്തോഷിക്കൂ, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിട്ടേ നിങ്ങൾ ആഹാരം കഴിക്കൂ, വന്നു കഴിഞ്ഞിട്ടേ നിങ്ങൾ ജോലിക്ക് പോകൂ, വന്നു കഴിഞ്ഞിട്ടേ നിങ്ങൾ ഇച്ചിരി നിങ്ങളുടെ മുഖസൗന്ദര്യങ്ങൾ ശ്രദ്ധിക്കൂ, വന്നു കഴിഞ്ഞിട്ടേ നിങ്ങൾ പുതിയ ഡ്രസ്സ് വാങ്ങൂ എന്നൊക്കെ കരുതി വെയിറ്റ് ചെയ്തിരിക്കരുത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ വ്യക്തി വന്നിട്ടേ നിങ്ങളിതൊക്കെ ചെയ്യൂ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് എങ്ങനെ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റും? അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വേറൊരാൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നിടം വരെ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കത്തില്ലായിരുന്നു. അപ്പം ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഈ നിമിഷം കൊണ്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്കിവിടെ ദൈവാനുഗ്രഹവും എല്ലാം ഉണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനൊന്നും ഒരു കുറവുമില്ല. പക്ഷേ നിങ്ങളത് കണ്ടില്ല എന്ന് നടിച്ചിട്ട് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഒരു എന്താ പറയണ്ട, നിങ്ങൾക്ക് ഒരു ശുദ്ധവായുവിൻ്റെ ഒരു കുറവുണ്ട്. അപ്പം നിങ്ങളിപ്പോൾ എവിടെയാണോ ഇരിക്കുന്നത് നിങ്ങൾ അവിടുന്ന് ഒന്ന് പുറത്തിറങ്ങുക. അതായത് നിങ്ങളിപ്പോൾ വീടിൻ്റെ പുറത്തിറങ്ങുക എന്നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ ഓഫീസിലാണ്, അതൊക്കെ നിങ്ങൾ കളയുക. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും യൂണിവേഴ്സുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ലൈക്ക് ബീച്ച്, പാർക്ക്, ഒരു പച്ചപ്പ് നിറഞ്ഞ അല്ലെങ്കിൽ നിറച്ച് വെള്ളമുള്ള പുഴ, തടാകം, ഇതിൻ്റെയൊക്കെ അടുത്ത് പോയിട്ടൊന്ന് ഇരിക്കുക. ഒരു ശുദ്ധവായുവിൻ്റെ കുറവുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു നല്ല രീതിയിലുള്ള ഫ്രഷ് എയർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു റീഡിങ് കാണുന്ന കുറേ പേരുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു കഴിവുകളൊന്നും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല. അത് നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ആ ഒരു കഴിവുകളെ തിരിച്ചറിയുക. അത് നിങ്ങൾക്ക് എന്താ പറയണ്ടേ, ഇവിടെ നിങ്ങൾക്കിപ്പോൾ യൂണിവേഴ്സ് തന്നൊരു അവസരമായിട്ട് തന്നെ ഇത് കാണുക. നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ തിരിച്ചറിയുക. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂണിവേഴ്സ് വഴി ഒരുക്കി തന്നിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു കഴിവിനെയൊക്കെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു കഴിവിനെ പുറത്ത് കൊണ്ടുവരാതെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ആരൊക്കെയാണോ നിങ്ങളുടെ ലൈഫിലുള്ളത്, ആരിലൊക്കെയാണോ നിങ്ങൾ വളരെയധികം ഒബ്സസ്ഡ് ആവുന്നത്, അവരെയൊക്കെ യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യണം. ആ ഒരു കഴിവിനെയൊക്കെ പുറത്ത് കൊണ്ടുവരിക. നിങ്ങൾക്ക് ആ ഒരു കഴിവ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. സൊസൈറ്റിക്ക് നല്ല ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് അതെങ്ങനെ യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഹാപ്പിനെസ് തരാൻ വേണ്ടിയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങൾ കൊണ്ടുവരിക കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലോ, ശുദ്ധവായു, നല്ല ഫ്രഷ് എയർ വേണം. ആ ഒരു ഫ്രഷ് എയർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരിയും പോസിറ്റീവ് കാര്യങ്ങൾ വരും. അന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരും. പ്രത്യേകിച്ച് കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ബീച്ച് സൈഡിലോ അല്ലെങ്കിൽ വെള്ളമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം അന്ന് നിങ്ങൾ പോയി വരുന്നതിൻ്റെ അന്നത്തെ ദിവസം തന്നെ നിങ്ങളുടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും. വളരെ സന്തോഷമായിട്ടൊക്കെ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. നിങ്ങൾ മെൻ്റലി ഫിസിക്കലി ഒക്കെ ടയേർഡാണെങ്കിൽ ആ ഒരു ടയേർഡ്നെസ് മാറുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ വ്യക്തി അല്ലായിരുന്നു നിങ്ങളുടെ സന്തോഷം എന്ന സത്യവും നിങ്ങൾ തിരിച്ചറിയും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ മാറ്റിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലൈഫിൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ എന്താണോ അത് നിങ്ങളിലേക്ക് വന്നു തുടങ്ങും. നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടെന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ തോന്നും. പക്ഷേ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് ഈ നീതി നിഷേധിക്കപ്പെട്ടു എന്നുള്ള കാര്യമൊന്നും പിന്നെ നിങ്ങൾ ചിന്തിക്കത്തില്ല. നിങ്ങൾക്ക് നീതി യൂണിവേഴ്സ് തന്നെ നടപ്പിലാക്കി തരും. അത് നിങ്ങളുടെ കൺമുന്നിൽ കാണാൻ തന്നെ സാധിക്കും.
നിങ്ങളുടെ എനർജി, പോസിറ്റീവായിട്ടുള്ള എനർജീസ് എന്തൊക്കെയാണോ അതൊക്കെ സേവ് ചെയ്യുക. പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സമയം, നിങ്ങളുണ്ടാക്കുന്ന പൈസ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമ്പത്ത്, നിങ്ങൾ വാല്യൂ ആയിട്ട് കാണുന്ന എന്തൊക്കെയാണോ അതൊക്കെയാണ് നിങ്ങളുടെ പോസിറ്റീവ് എനർജി. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതൊന്നും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ പറയട്ടെ, നിങ്ങളിപ്പോൾ എന്തൊക്കെ പ്രശ്നം അനുഭവിക്കുന്നവരാണ്? മണി ബ്ലോക്കേജ്, റിലേഷൻഷിപ്പിൽ ബ്ലോക്കേജ്, റിലേഷൻഷിപ്പ് ഹീലാവുന്നില്ല, സെൽഫ് ലവ് ഇല്ല, സെൽഫ് ഹീലിംഗ് ഇല്ല, ബ്ലാക്ക് എനർജി റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇതിനെല്ലാം കൃത്യമായിട്ട് പരിഹാരം ചെയ്തു തരുന്നതാണ്. പരിഹാരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ് പരിഹാരമായിട്ട് തരുന്നത്. നിങ്ങളുടെ ലൈഫിൽ തന്നെ വലിയ ചേഞ്ചസ് തന്നെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും പരിഹാരത്തിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻസായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.